വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ ഇതൊരു അൺലക്കി ഷോപ്പിംഗ് ഡേ എന്ന് തന്നെ പറയണം. എനിക്ക് ഒരു സാധനങ്ങളും ഞാൻ ഉദ്ദേശിച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നൂഡിൽസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് നൂഡിൽസ് ആണ് ഇവിടെ ഉള്ളത് വെച്ച്. ബട്ട് ഞാൻ ശരിക്കും അതിൻ്റെ വേറെ ഫ്ലേവറാണ് എടുത്തത്. എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അന്നേരവും കിട്ടിയില്ല. ആ ഒറ്റ ഒരെണ്ണം ഞാൻ എടുക്കുന്നതേ ഉള്ളൂ അവിടെ. പിന്നെ അത് കഴിഞ്ഞ് റൈസ്. ഈ റൈസ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഡിമാൻഡുള്ള റൈസാണ്. ഭയങ്കര നല്ല റൈസാണ്. ഞാൻ ഇത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ബട്ട് ഇതെപ്പോഴും കാലിയാണ്. അന്ന് എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. ആ ഒരു പാക്കറ്റ് 1 കിലോ ആണ് വരുന്നത്. ഞാനന്ന് 5 കിലോ എന്തോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ട് കിട്ടിയില്ല. ശരിക്കും ഇത് ഡിസംബർ 1 ഞാൻ എടുത്ത വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അപ്ലോഡാക്കാൻ നല്ല ലേറ്റായി. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ബസ്മതി റൈസാണ്. ഇത് എപ്പോഴും കിട്ടാറില്ല. ഇതിൻ്റെ ഗ്രീനും ഉണ്ട്, ഗസലിൻ്റെ ആണ്. അപ്പം അന്ന് ഞാൻ 2 എടുത്തുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിക്കാൻ വന്നിട്ട് എനിക്കൊരു മാസത്തെ അരി കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ജനുവരി 6 ഇപ്പോഴും അവിടെ റൈസ് ഇല്ല. പിന്നെ ഞാൻ സാൾട്ട് നോക്കാൻ വന്നു. എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന സാൾട്ടും ഇവിടെ ഇല്ലായിരുന്നു. കാരണം വേറെ സാൾട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഇടേണ്ടി വരും. ചിലത് ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇട്ടാൽ മതി. അപ്പം ഭയങ്കര ഡിഫറൻസ് കാണും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ബ്രാൻഡ് തന്നെ വാങ്ങിക്കത്തുള്ളൂ. അത് അവിടെ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ജ്യൂസാണ് സാന്തോറയുടെ മാംഗോ ജ്യൂസ്. ഇത് ആദ്യമൊന്നും ഞാൻ വന്ന ടൈമിൽ ഇവിടെ ഇല്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ മാസം വരുമ്പോഴും നല്ല രീതിക്ക് റേറ്റ് കൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് റെയർ ആണ്. വേറെ എവിടെയും ഞാനിത് അങ്ങനെ കിട്ടാറില്ല. ചിലയിടത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു വെച്ചാണ്. ഞാൻ സ്റ്റോക്കായിട്ട് വാങ്ങിച്ചു വെക്കും. ഇതെൻ്റെ ഒരു മാസത്തെ ആദ്യത്തെ ഷോപ്പിംഗ് ആണ്. ഇത് ഞാൻ 1-2 തവണ കൂടി ഇനിയും വരും. അപ്പോൾ പിന്നെ എനിക്ക് ടൈഡിൻ്റെ സോപ്പ് പൊടി ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് വാങ്ങിച്ചു. പിന്നെ ചീറ്റോസ് തന്നെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് അങ്ങനെയൊന്നുമില്ല. ഭയങ്കര നല്ലതാണ്. അപ്പോൾ ചീറ്റോസിൻ്റെ വലിയതുണ്ട്. അതായിരുന്നു ഞാൻ പണ്ട് കഴിക്കുന്നത്. പക്ഷെ അത് കഴിച്ച് കഴിയുമ്പോൾ നാക്കിൽ ഇങ്ങനെ കുത്തിക്കൊള്ളും. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു ടൈം അറിയാതെ ഇങ്ങനെ ഒരു ചെറുത് വാങ്ങിച്ചതാണ്. ബട്ട് അത് ഭയങ്കര നല്ല ചീസി ഫ്ലേവറാണ്. ബട്ട് അത് ഒറ്റൊരെണ്ണേ ഉള്ളൂ. അതിൻ്റെ നല്ല വിഷമം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കെച്ചപ്പിൻ്റെ ചെറിയ ടൈപ്പാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ വലുതുപോലെയല്ല, നല്ല ചെറുതായിരിക്കും. ബട്ട് ചെറുതായതുകൊണ്ട് നല്ല ചീസി ഫ്ലേവർ ഉണ്ട്. അത് ഇപ്പം എല്ലാവരും അത് കഴിച്ചറിഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഫുള്ള് കാലി എപ്പോൾ ചെന്നാലും. പിന്നെ എനിക്ക് വേസ്റ്റ് ബാഗ് വേണമായിരുന്നു. അത് ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ബ്ലാക്ക് എപ്പോഴും വാങ്ങിക്കാറുള്ളൂ. അതെടുത്തു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴും ഫുൾ തിരക്കാണ്. ഫുൾ ക്യൂ ആണ്. നമ്മുടെ ഒരു അരമണിക്കൂർ കൂടുതൽ ക്യൂവിൽ നിന്ന് തന്നെ ടൈം പോകും. അതുകൊണ്ട് മിക്കപ്പോഴും സെൽഫ് ചെക്കൗട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്തും ഓരോ ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് ഓരോരുത്തർ പോവാണ്. ഇപ്പം ഞാൻ പോകുന്നത് ഓയിൽ നോക്കാനാണ്. സത്യം പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഓയിൽ ഉണ്ടാവുന്നതാ. ഇന്നത്തെ ദിവസം ഞാൻ വാങ്ങിക്കുന്ന ഓയിൽ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ ഓർത്താണ് 3 ലിറ്റർ ആയിട്ട് വാങ്ങിക്കാമെന്ന്. ബട്ട് അവിടെ 2 ലിറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എടുത്ത് നോക്കിയിട്ട് അവിടെ തിരിച്ചു വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ എടുക്കാൻ ചെല്ലുന്ന ഒരു സാധനവും ഇല്ല. അപ്പം അതിന് പകരമായിട്ട് വേറെയൊക്കെയാണ് ഞാൻ ശരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എടുക്കാൻ വന്നത് മിൽക്കാണ്. മിൽക്കും അവിടെ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ കൂടുതലും ബോട്ടിൽ അങ്ങനെ വാങ്ങിക്കാറില്ല. കാരണം 5-6 ദിവസത്തേക്കൊക്കെ നമുക്ക് എക്സ്പയറി ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ചാലെങ്കിൽ 2 ദിവസം കുടിക്കാൻ പറ്റില്ല, ബാക്കി വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കാറില്ല. പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഫിഷ് സെക്ഷനിലാണ് വന്നത്. ഇവിടെ നമുക്ക് സാൽമൻ്റെ എഗ്ഗൊക്കെ കിട്ടും. അപ്പോൾ എനിക്കത് വാങ്ങിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ബട്ട് അന്ന് അവിടെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രോസൺ സെക്ഷനിലോട്ടാണ് വന്നത്. ഈ ആദ്യം ഞാൻ കാണിക്കുന്നത് തന്നെ കല്ലുമ്മക്കായാണ്. ഷെല്ലുള്ളതാണ്. എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് അതിന് പേര് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ബട്ട് അന്നത്തെ ദിവസം വാങ്ങിച്ചില്ല. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാങ്ങിച്ചത്. നല്ലതായിരുന്നു. ഞാൻ ഈ വീഡിയോ നല്ലപോലെ ലേറ്റായി പോയി വോയിസ് റെക്കോർഡ് ചെയ്യാൻ. പല വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ മാത്രം ലേറ്റായി പോയി. പിന്നെ ഷ്രിംസ്, സ്ക്വിഡ് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ജോർജിയൻ അല്ല, വേറെ കൺട്രിയിൽ നിന്ന് വരുന്നതാണ്. ഫ്രോസൺ പാക്ക് ചെയ്തത്.
പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടും ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇത് ശ്രിമ്പാണ് വേറെ കമ്പനിയുടെ, എന്നുവെച്ചാൽ ഹെഡും ആ പാട്ടൊന്നും ഇല്ലാത്തത് സ്ക്വിഡ്. പിന്നെ സ്ക്വിഡ് ഇവിടെ ഫ്രഷ് ആയിട്ടും കിട്ടും, ബട്ട് തലഭാഗം കാണത്തില്ല. എല്ലാം നമുക്ക് വെയിറ്റ് അനുസരിച്ച് നമുക്ക് തൂക്കിയൊക്കെ വാങ്ങിക്കാം. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്രസ്റ്റ് പീസാണ്. ഞാൻ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കുന്നത് ബട്ടർ ചിക്കൻ, പിന്നെ മോമോസ്, കട്ട്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ബോണില്ലാത്ത പാട്ട് വേണമല്ലോ. അപ്പം ഞാൻ എന്തായാലും എല്ലാ മാസവും ഇതിങ്ങനെ സെപ്പറേറ്റ് വാങ്ങിക്കും, ഇങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം. അല്ലാതുള്ള ഫ്രഷ് ഞാൻ വേറെ വാങ്ങിക്കും. സത്യം പറഞ്ഞാൽ കെരിഫോറിൽ നിന്നായിരുന്നു ഞാൻ പണ്ട് ഫ്രഷ് ലെഗൊക്കെ വാങ്ങിക്കുന്നത്. ഫ്രഷ് അല്ല, അവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും, ലെഗ് പാർട്ടും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട്. പിന്നെ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്നൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല, ഫ്രോസൺ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. ഞാൻ ബുച്ചർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ അയിലയാണ്, ഉണക്കി എന്തൊക്കെ തേച്ചതാണ്. പിന്നെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു, അവിടെ നിന്ന് ഞാൻ സെൽഫ് ചെക്കൗട്ടാണ് അടിച്ചത്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ആവശ്യമുള്ളത് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയോ കുറച്ച് സാധനം പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് ആ ടൈമിൽ ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിലായിരുന്നു ഈ റെസ്റ്റോറൻറ്റ്, കുഷി ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞാൻ സൈഡിൽ കൂടി വീഡിയോസൊക്കെ എടുത്തതാണ്. നല്ല ബഹളവും ഒക്കെ വന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് വിൽമാർട്ടിലാണ്, കാരണം ബാക്കി സാധനങ്ങൾ വാങ്ങിക്കണം. എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ എല്ലാം വാങ്ങിച്ചു വെക്കണം. അങ്ങനെയാണ് ഞാൻ ഷുഗർ എടുക്കുവാണ്. എനിക്ക് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കും, അപ്പോൾ എനിക്ക് 2 കിലോ ഷുഗർ വേണം. എല്ലാവർക്കും ഉണ്ടാക്കിയും കൊടുക്കും, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ എനിക്ക് കൂടുതൽ ഷുഗർ വേണം. പിന്നെ ഓയിൽ ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഓയിലാണ്, ഞാൻ അതെടുത്തു. പിന്നെ ടിഷ്യൂസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബേക്കിംഗ് സോഡ, പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ബേക്കിംഗ് സോഡ വേണമല്ലോ. പിന്നെ വിനീഗർ, ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ജസ്റ്റ് റൗണ്ട് അടിച്ചു, എന്തൊക്കെ സാധനങ്ങൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ എന്നൊക്കെ ആലോചിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. പിന്നെ അത് ഞാൻ വെജിറ്റബിൾ സെക്ഷനിൽ പോയി. ഇവിടെയും ഫുള്ള് കാലിയാണ്, കാരണം ഒനിയൻ പോലും ഇല്ല. പിന്നെ ഗാർലിക് അത്ര നല്ലതല്ല. പിന്നെ അങ്ങനെ ഞാൻ എന്തൊക്കെയോ എടുത്തു. സവാള അതൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ജിഞ്ചർ എടുത്തു. ജിഞ്ചർ ഇവിടെ നല്ല വിലയാണ്, നല്ല ഏകദേശം 650 രൂപയൊക്കെ വരും 1 കിലോക്ക്. അത്ര ആവശ്യമില്ലല്ലോ, അപ്പം 2-3 പീസസ് വെച്ചൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിക്കാറുള്ളൂ, എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ എടുത്തു. ഞാൻ ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചു വെക്കും, ഫ്രിഡ്ജിൽ വെക്കും, അപ്പം അങ്ങനെ ചീത്തയാവാതിരുന്നോളും. ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ടൊമാറ്റോ ആണ്. ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല തിക്ക് ടൊമാറ്റോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ടൊമാറ്റോ ഞാനെല്ലാം നല്ല നോക്കിയെടുക്കും. ബട്ട് ജോർജിയൻസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടിട്ട് പോകും. ബട്ട് ഞാൻ നല്ല നോക്കിയെടുക്കാറുള്ളൂ, കേടൊക്കെ കാണും ഇതിൻ്റെ ഇടയ്ക്ക്, അതുകൊണ്ട് ഞാൻ നോക്കിയെടുക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചില്ലി, അങ്ങനെ കുറേ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നതിലെല്ലാം ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമുക്ക് വെയിറ്റ് നോക്കിക്കാൻ ആൾ നിൽപ്പുണ്ട്. ഇവിടുന്ന് തന്നെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിക്കണം. പിന്നെ ചില്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ചില സമയത്ത് ചില്ലി കിട്ടത്തില്ല, 1-2 ആഴ്ചത്തേക്ക് കിട്ടത്തില്ല, എല്ലായിടത്തും കാലിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചു വെക്കും, എപ്പോഴാണ് കിട്ടാത്തതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അത്രയും ദിവസവും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ബട്ട് ഇതുവരെ ഇങ്ങനെ കേടായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ വെയിറ്റ് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബട്ടർ വാങ്ങിക്കണമായിരുന്നു, ഞാൻ അത് വിട്ടുപോയി. അങ്ങനെ ബട്ടറൊക്കെ തപ്പി ഞാൻ അവിടെ നിന്ന് എടുത്തു. 82% കണ്ടന്റ് ഉള്ളതാണ് ഞാൻ വാങ്ങിക്കുന്നത്, കാരണം എനിക്ക് ബട്ടറൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്നും എനിക്ക് ഫുൾ സാധനമൊന്നും കിട്ടിയില്ല, ബട്ട് ഞാൻ തൃപ്തിപ്പെട്ടു. അത്ര സാധനങ്ങൾ എടുത്തു, നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.